ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു നോളജ് സെന്റർ. നമുക്കറിയാം, ഇന്ത്യ അതിന്റെ ഭൂപ്രകൃതി സവിശേഷതകളുടെ അടിസ്ഥാനത്തിൽ അഞ്ചായി തിരിച്ചിട്ടുണ്ട് അല്ലെ. ഉത്തരപർവ്വത മേഖല, ഉത്തരേന്ത്യൻ സമതലം, ഉപദ്വീപീയ പീഠഭൂമി, ഇന്ത്യൻ മരുഭൂമി, തീരസമതലങ്ങളും ദ്വീപുകളും. ഇതിൽ ഉത്തരപർവ്വത മേഖലയെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പറയുന്ന ഒരു ചാപ്റ്റർ ആണ്. നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ഇവിടെ പഠിക്കാൻ കേട്ടോ. അപ്പൊ ഈ ഒരു എന്താണ് ഭൂപടത്തിൽ കാണുന്ന ഈ ഒരു ബ്രൗൺ കളറിൽ അടയാളപ്പെടുത്തിയിട്ടുള്ള ഭാഗമാണ് ഉത്തരപർവ്വത മേഖല. ഓക്കെ. അപ്പൊ ഉത്തരപർവ്വത മേഖലയെ പിന്നെയും അതിന്റെ ഭൂപ്രകൃതി സവിശേഷതയുള്ള അടിസ്ഥാനത്തിൽ മൂന്നായി തിരിച്ചിട്ടുണ്ട്: ട്രാൻസ് ഹിമാലയം, ഹിമാലയം, കിഴക്കൻ കുന്നുകൾ ട്ടോ. അപ്പൊ നമുക്കറിയാം, ഉത്തരപർവ്വത മേഖല എന്താണ്? ഹിമാലയമാണ് അല്ലെ, ഹിമാലയത്തിന്റെ ഭാഗമാണ്. അപ്പോ ഹിമാലയം നമുക്കറിയാം പർവ്വതമാണ്. അപ്പൊ മടക്കു പർവ്വതങ്ങളുടെ രൂപീകരണത്തെ കുറിച്ചും ഈ ഒരു ചാപ്റ്ററിൽ പറയുന്നുണ്ട് ട്ടോ. ഓക്കെ. പ്രധാനപ്പെട്ട കുന്നുകള്, അതുപോലെ ഹിമാലയത്തിന്റെ പിറവിയെ പറ്റി പറയുന്നുണ്ട്. പിന്നെ എന്തൊക്കെ കാര്യങ്ങളാണ്? പിന്നെ നമുക്ക് ഹിമാലയവും പ്രാദേശിക വിഭാഗങ്ങളും എന്ന് പറഞ്ഞ് പഠിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിന്റെ ലാസ്റ്റ് ഭാഗത്ത് നോക്കിയിട്ടുണ്ടായിരുന്നു പടിഞ്ഞാറൻ ഹിമാലയത്തെ കുറിച്ചാണ് അല്ലെ. ഇവിടെ ഓരോ ഹിമാലയ മേഖലയും വേർതിരിക്കുന്ന നദികളും കൊടുത്തിട്ടുണ്ട്. പടിഞ്ഞാറൻ ഹിമാലയത്തെ സിന്ധു കാളി നദിയാണ് വേർതിരിക്കുന്നത്. മധ്യ ഹിമാലയത്തെ കാളി ടീസ്റ്റ നദി, കിഴക്കൻ ഹിമാലയത്തെ ടീസ്റ്റ ബ്രഹ്മപുത്ര നദി. ഓക്കെ. ഇനി നമുക്ക് നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നത് പടിഞ്ഞാറൻ ഹിമാലയത്തിന് തന്നെ മൂന്നായി തിരിച്ചിട്ടുണ്ട്: കാശ്മീർ ഹിമാലയം, അതുപോലെ പിന്നെന്താണ് ഹിമാചൽ ഹിമാലയം, അതുപോലെ ഉത്തരാഖണ്ഡ് ഹിമാലയം. ഇത് മൂന്നാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിന്റെ ലാസ്റ്റ് ഭാഗത്തേക്ക് നോക്കിയിട്ടുണ്ടായിരുന്നത് കേട്ടോ. അപ്പൊ ഇനി നമുക്ക് ഇവിടെ തൊട്ടാണ് മധ്യ ഹിമാലയം തൊട്ടാണ് നോക്കാനുള്ളത്. മധ്യ ഹിമാലയം കാളി നദി മുതൽ ടീസ്റ്റ നദി വരെയുള്ള ഹിമാലയ പ്രദേശമാണ് മധ്യ ഹിമാലയം. നേപ്പാൾ ഹിമാലയം എന്നും അറിയപ്പെടുന്ന ഈ മേഖലയുടെ ഭൂരിഭാഗവും നേപ്പാളിലാണ്. ഓക്കെ. അപ്പൊ മധ്യ ഹിമാലയം സ്ഥിതി ചെയ്യുന്നത് കൂടുതലായിട്ടും നേപ്പാളിലാണ്. അതുകൊണ്ട് തന്നെ ഇതിനെ എന്താണ് അറിയപ്പെടുന്നത്? നേപ്പാൾ ഹിമാലയം എന്നാണ് മധ്യ ഹിമാലയത്തെ അറിയപ്പെടുന്നത്. അപ്പൊ മധ്യ ഹിമാലയത്തിന്റെ പടിഞ്ഞാറൻ സിക്കിം, ഡാർജിലിംഗ് പ്രദേശങ്ങൾ മാത്രമാണ് ഇന്ത്യയിൽ ഉൾപ്പെടുന്നത് കേട്ടോ. മധ്യ ഹിമാലയത്തിന്റെ പടിഞ്ഞാറൻ സിക്കിമും അതുപോലെ ഡാർജിലിംഗും പ്രദേശങ്ങൾ മാത്രമാണ് ഇന്ത്യയിൽ ഉൾപ്പെടുന്നത്. ബാക്കി നമ്മൾ പറഞ്ഞു ഭൂരിഭാഗവും നേപ്പാളിലാണ് കേട്ടോ. അപ്പൊ നേപ്പാൾ ഹിമാലയം എന്നറിയപ്പെടുന്നത് ഏതാണ്? മധ്യ ഹിമാലയം. അപ്പൊ ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയായ മൗണ്ട് എവറസ്റ്റ് നേപ്പാളിലാണ്. അപ്പൊ കാഞ്ചൻജംഗ പർവ്വതവും ഇന്ത്യ ചൈന അതിർത്തി സ്ഥിതി ചെയ്യുന്ന നാഥുല ചുരവും ഈ പ്രദേശത്ത് സ്ഥിതി ചെയ്യുന്നു. അപ്പൊ മധ്യ ഹിമാലയത്തിലാണ് നാഥുല ചുരം ട്ടോ, നാഥുല ചുരം. ഓക്കെ. ഇന്ത്യയിലെ എന്തായിരുന്നു സിക്കിമിനെയും ടിബറ്റിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ചുരമാണ് നാഥുല ചുരം. അപ്പൊ കാഞ്ചൻജംഗ പർവ്വതം സ്ഥിതി ചെയ്യുന്നതും എവിടാണ്? ഈ ഒരു മധ്യ ഹിമാലയത്തിലാണ്. കുതിച്ചൊഴുകുന്ന ടീസ്റ്റ നദിയും അതിന്റെ നദീതീര തട്ടുകളും സിക്കിം ഹിമാലയത്തിന്റെ സവിശേഷതകളാണ്. ഈ പ്രദേശത്തെ ഭൂമിശാസ്ത്രപരമായ അനുകൂല സാഹചര്യങ്ങൾ തിരിച്ചറിഞ്ഞ ബ്രിട്ടീഷുകാർ കൊളോണിയൽ കാലത്തു തന്നെ ഇവിടങ്ങളിൽ തേയില കൃഷി ആരംഭിച്ചിരുന്നു. അപ്പൊ ഡാർജിലിംഗ് തേയില അന്താരാഷ്ട്ര തലത്തിൽ ഏറെ പ്രസിദ്ധമാണ്. അപ്പൊ എവിടാണ്? മധ്യ ഹിമാലയത്തിലാണ് തേയില കൃഷി വ്യാപകമായിട്ടുള്ളത്. നമ്മൾ പറഞ്ഞു ഇന്ത്യയിലെ ഡാർജിലിംഗ് അതുപോലെ പടിഞ്ഞാറൻ സിക്കിം പ്രദേശങ്ങളാണ് എവിടെ ഉള്ളത്? ഈ ഒരു മധ്യ ഹിമാലയത്തിലുള്ളത്. ബാക്കി ഭൂരിഭാഗവും നേപ്പാളിലാണെന്ന് പറഞ്ഞു. അപ്പൊ ഡാർജിലിംഗ് തേയില അന്താരാഷ്ട്ര തലത്തിൽ ഏറെ പ്രസിദ്ധമാണ്. ഓക്കെ. ഇനി അടുത്തത് കിഴക്കൻ ഹിമാലയാണ്. പടിഞ്ഞാറൻ ഹിമാലയത്തെ അപേക്ഷിച്ച് ഉയരം കുറഞ്ഞ മലനിരകളായ കിഴക്കൻ ഹിമാലയം ടീസ്റ്റ നദി മുതൽ അതുപോലെ കിഴക്ക് ബ്രഹ്മപുത്ര നദി വരെയാണ് കേട്ടോ. ടീസ്റ്റ നദി മുതൽ കിഴക്ക് ബ്രഹ്മപുത്ര നദി വരെ കാണപ്പെടുന്നതാണ് കിഴക്കൻ ഹിമാലയം. അസം ഹിമാലയം എന്നും അറിയപ്പെടുന്ന ഈ മേഖല പ്രധാന കൊടുമുടിയാണ് നംച ബാർവ ട്ടോ. ഓക്കെ. നംച ബാർവ കിഴക്കൻ ഹിമാലയത്തിലെ പ്രധാന കൊടുമുടി ഏതാണ്? നംച ബാർവ. ഓക്കെ. അസം ഹിമാലയം എന്ന് അറിയപ്പെടുന്നത് ഏതാണ്? കിഴക്കൻ ഹിമാലയമാണ്. അപ്പൊ ബ്രഹ്മപുത്ര, കാമെങ്, ലോഹിത്, സുബൻസിരി എന്നിവയാണ് പ്രധാന നദികൾ. ഏതൊക്കെയാണ്? കിഴക്കൻ ഹിമാലയത്തിലെ പ്രധാന നദികളാണ് ബ്രഹ്മപുത്ര നദി, കാമെങ് നദി, ലോഹിത് നദി, സുബൻസിരി നദി. അപ്പൊ അരുണാചൽ പ്രദേശിനെ ടിബറ്റിലെ ലാസയുമായി ബന്ധിപ്പിക്കുന്ന ബാൻഡില, അതുപോലെ മ്യാൻമാറുമായി ബന്ധിപ്പിക്കുന്ന ദിഫു തുടങ്ങിയവ പ്രധാന ചുരങ്ങളാണ്. അപ്പൊ ബോണ്ടില ചുരം ഏതൊക്കെ സ്ഥലങ്ങളെയാണ് ബന്ധിപ്പിക്കുന്നത്? അരുണാചൽ പ്രദേശിനെ ടിബറ്റിലെ ലാസയുമായി ബന്ധിപ്പിക്കുന്നത് ബോണ്ടില ചുരം ട്ടോ. അരുണാചൽ പ്രദേശിനെ ലാസയുമായി ബന്ധിപ്പിക്കുന്നത് ബോണ്ടില ചുരം. അതുപോലെ അരുണാചൽ പ്രദേശിനെ മ്യാൻമാറുമായിട്ട് ബന്ധിപ്പിക്കുന്നത് ദിഫു ചുരം. ഇതൊക്കെ ചോദിക്കാൻ സാധ്യതയുണ്ട്. ദിഫു. ഓക്കെ. അത് ഇതൊക്കെ എന്താണ്? കിഴക്കൻ ഹിമാലയത്തിലെ പ്രധാനപ്പെട്ട ചുരങ്ങളാണ് ട്ടോ. ബോണ്ടില ചുരം, ദിഫു ചുരങ്ങളൊക്കെ. ഓക്കെ.
ഇനി പൂർവാചൽ കുന്നുകൾ ബ്രഹ്മപുത്ര താഴ്വരയ്ക്ക് കിഴക്ക് ഹിമാലയ പർവ്വതം, വടക്ക് തെക്ക് ദിശയിൽ അരുണാചൽ പ്രദേശ് മുതൽ മിസോറാം വരെ താരതമ്യേന ഉയരം കുറഞ്ഞ കുന്നുകളായി കാണപ്പെടുന്നത്. ഓക്കെ, എന്താ പറഞ്ഞത്? ബ്രഹ്മപുത്ര താഴ്വരയ്ക്ക് കിഴക്ക് ഹിമാലയ പർവ്വതം, വടക്ക് തെക്ക് ദിശയിൽ അരുണാചൽ പ്രദേശ് മുതൽ മിസോറാം വരെ താരതമ്യേന ഉയരം കുറഞ്ഞ കുന്നുകളായാണ് കാണപ്പെടുന്നത്. സമുദ്രനിരപ്പിൽ നിന്നും 500 മുതൽ 3000 മീറ്റർ വരെ ഉയരമുള്ള ഈ കുന്നുകൾ പൂർവാചൽ കുന്നുകൾ എന്നറിയപ്പെടുന്നു. ഓക്കെ, അപ്പൊ പട്കായ് ബൂം, നാഗ കുന്നുകൾ, മീസോ കുന്നുകൾ, മണിപ്പൂർ കുന്നുകൾ എന്നിവയാണ് ഇതിൽ പ്രധാനപ്പെട്ടവ. ലോകത്തിലെ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന ചിറാപുഞ്ചി, മൗസിൻഡ്രം എന്നീ പ്രദേശങ്ങളും ഇവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഇവിടെ എന്താ പറഞ്ഞത്? നമ്മുടെ പൂർവാചൽ കുന്നുകളെ പറ്റിയാ പറയുന്നത് കേട്ടോ. അപ്പൊ ലോകത്തിലെ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന ചിറാപുഞ്ചി, മൗസിൻഡ്രം എന്നീ പ്രദേശങ്ങൾ എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? പൂർവാചൽ കുന്നുകളിലാണ് സ്ഥിതി ചെയ്യുന്നത്. അതുപോലെ പട്കായ്ബും, നാഗ കുന്നുകൾ, മീസോ കുന്നുകൾ, മണിപ്പൂർ കുന്നുകളൊക്കെ. ഓക്കെ, നദികൾ മുറിച്ചു കടക്കുന്നതിനായി മരങ്ങളുടെ വേരുകൾ ചേർത്ത് നിർമ്മിക്കുന്ന പാലങ്ങളാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. ഈ പ്രദേശത്തെ മനുഷ്യർ പ്രകൃതിയോട് എത്രമാത്രം ഇണങ്ങിയാണ് ജീവിക്കുന്നത് നമുക്ക് ഇതിൽ നിന്ന് കാണാം. മേഘാലയയിലെ വേരുകൊണ്ടുള്ള ഒരു പാലമാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത് കേട്ടോ, റൂട്ട് ബ്രിഡ്ജ്. ഇനി കെയ്ബോൾ ലഞ്ചാവോ ചലിക്കുന്ന ദേശീയോദ്യാനം എന്നാണ് കെയ്ബോൾ ലഞ്ചാവോ. ഇതെന്താണ്? വടക്കു കിഴക്കൻ ഇന്ത്യയിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകമായ ലോക്തക്കിലെ അതായത് മണിപ്പൂരിലെ ലോക്തക്കിലാണ് കെയ്ബോൾ ലഞ്ചാവോ ദേശീയോദ്യാനം. തടാകത്തിൽ പൊങ്ങിക്കിടക്കുന്ന സസ്യാവശിഷ്ടങ്ങളും മണ്ണും ചേർന്ന് രൂപപ്പെടുന്ന തുരുത്തുകളാണ് പുംഡി. എന്താ ഇവിടെ ഇതെന്താണ്? കെയ്ബോൾ ലഞ്ചാവോ വടക്കുകിഴക്കൻ ഇന്ത്യയിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം ചോദിച്ചത് ലോക്തക് തടാകമാണ് കേട്ടോ. ലോക്തക്കിലാണ്. അതേതാണ്? കെയ്ബോൾ ലഞ്ചാവോ ദേശീയോദ്യാനാണ്. ഓക്കെ, അപ്പൊ സസ്യങ്ങളും ചെറുജീവികളും പക്ഷികളും അടങ്ങുന്ന തനത് ആവാസ വ്യവസ്ഥയായ ലോക്തക് തടാകത്തിലെ പുംഡികൾ ചേർന്നതാണ് കെയ്ബോൾ ലഞ്ചാവോ ദേശീയോദ്യാനം. തണ്ണീർത്തട സംരക്ഷണത്തിനായുള്ള റംസാർ പട്ടികയിൽ ഉൾപ്പെടുന്ന ഇടം കൂടിയാണിത്. ഇനി കാലാവസ്ഥയാണ് കേട്ടോ. ഇന്ത്യയുടെ വടക്കൻ അതിരായ ഹിമാലയ പർവ്വതവും തുടർ പർവ്വതങ്ങളും ചേർന്ന് ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിനും മധ്യേഷ്യക്കും ഇടയിൽ ഒരു കാലാവസ്ഥാ വിഭാജകം, ഒരു ക്ലൈമാറ്റിക് ഡിവൈഡ് തീർക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ ഹിമാലയ പർവ്വത പ്രദേശങ്ങളിലെ കാലാവസ്ഥ അതത് പ്രദേശങ്ങളിൽ ത്തിന്റെ ഉയരത്തിനും ഭൂപ്രകൃതിക്കും അനുസരിച്ച് വ്യത്യാസപ്പെട്ടിരിക്കുന്നു. ഓക്കെ, ഇനി താരതമ്യേന ഉയരം കുറഞ്ഞ പർവ്വത ചരിവുകളിലും സിവാലിക് മലയടിവാരങ്ങളിലും മിതോഷ്ണ കാലാവസ്ഥയായിരിക്കും. എന്നാൽ ഉയരം കൂടിയ പർവ്വത ഭാഗങ്ങളിൽ കുറഞ്ഞ താപനിലയും ശൈത്യ കാലാവസ്ഥയും ആയിരിക്കും അനുഭവപ്പെടുന്നത്. ഉയർന്ന പർവ്വത ഭാഗങ്ങളിലും ലഡാക്ക് മേഖലയിലും ധ്രുവ സമാനമായ തീവ്ര ശൈത്യ കാലാവസ്ഥ അനുഭവപ്പെടുന്നു. അപ്പൊ എങ്ങനെയാണ് കാലാവസ്ഥ ഉത്തരപർവ്വത മേഖലയിലെ? താരതമ്യേന ഉയരം കുറഞ്ഞ പർവ്വത ചെരുവുകളിലും അതുപോലെ സിവാലിക് മലയടിവാരങ്ങളിലൊക്കെ നമ്മൾ പറഞ്ഞു താരതമ്യേന ഉയരം കുറവാണെന്ന് പറഞ്ഞു. അവിടെ എങ്ങനെയുള്ള കാലാവസ്ഥയാണ്? മിതോഷ്ണ കാലാവസ്ഥ ആയിരിക്കും. കൂടുതൽ തണുപ്പില്ല, കൂടുതൽ ചൂടില്ലാത്തൊരു മിതോഷ്ണ കാലാവസ്ഥ ആയിരിക്കും. എന്നാൽ ഉയരം കൂടിയ പർവ്വത ഭാഗങ്ങളിൽ കുറഞ്ഞ താപനിലയായിരിക്കും, ശൈത്യ കാലാവസ്ഥയായിരിക്കും അനുഭവപ്പെടുന്നത്. ഇനി ഉയർന്ന പർവ്വത ഭാഗങ്ങളിലും ലഡാക്ക് മേഖലയിലും ഒക്കെ ധ്രുവ സമാനമായിട്ടുള്ള തീവ്ര ശൈത്യ കാലാവസ്ഥയാണ് അനുഭവപ്പെടുന്നത് കേട്ടോ. അപ്പൊ മനുഷ്യവാസം ഇല്ലാത്ത പ്രദേശമാണ് ഉയർന്ന പർവ്വത ഭാഗങ്ങൾ എന്ന് പറയുമ്പോൾ. അപ്പൊ അവിടെ എന്താണ്? ധ്രുവ സമാനമായ തീവ്ര ശൈത്യ കാലാവസ്ഥയാണ് അനുഭവപ്പെടുന്നത്. ഓക്കെ, ഇനി സിവാലിക് മലനിരകളുടെ തെക്കൻ ചരിവുകളിലും വടക്കുകിഴക്കൻ ഇന്ത്യയിലും തെക്കു പടിഞ്ഞാറൻ മൺസൂൺ മഴ ലഭിക്കുന്നുണ്ട് കേട്ടോ. ഇവിടൊക്കെയാണ് സിവാലിക് മലനിരകളുടെ തെക്കൻ ചരിവുകളിലും വടക്കു കിഴക്കൻ ഇന്ത്യയിലൊക്കെ തെക്കു പടിഞ്ഞാറൻ മൺസൂൺ മഴ ലഭിക്കുന്നു. പർവ്വതങ്ങളുടെ ഉയരമേറിയ ഭാഗങ്ങളിൽ മഞ്ഞുവീഴ്ച സാധാരണമാണ്. ഓക്കെ, ബംഗാൾ ഉൾക്കടലിൽ നിന്ന് വീശുന്ന മൺസൂൺ കാറ്റുകൾ അസം ഹിമാലയത്തിനും പൂർവാചൽ കുന്നുകൾക്കും ഇടയിൽ എത്തുമ്പോൾ ഏറെക്കുറെ മുഴുവൻ നീരാവിയും ഈ പ്രദേശത്ത് പെയ്തൊഴിയുന്നു. അതിനാൽ വടക്കുകിഴക്കൻ ഇന്ത്യയിൽ പ്രത്യേകിച്ച് മേഘാലയ പീഠഭൂമിയിൽ ഉയർന്ന തോതിൽ മഴ ലഭിക്കുന്നു. എന്താണ് മേഘാലയയിൽ എങ്ങനെയാണ് ഉയർന്ന തോതിൽ മഴ ലഭിക്കുന്നത്? ബംഗാൾ ഉൾക്കടലിൽ നിന്ന് വീശുന്ന മൺസൂൺ കാറ്റുകൾ അസം ഹിമാലയത്തിനും പൂർവാചൽ കുന്നുകൾക്കും ഇടയിൽ എത്തുമ്പോൾ ഏറെക്കുറെ മുഴുവൻ നീരാവിയും ഈ പ്രദേശത്താണ് പെയ്തൊഴിയുന്നത് കേട്ടോ. അതിനാൽ വടക്ക് കിഴക്കൻ ഇന്ത്യയിലെ പ്രത്യേകിച്ച് മേഘാലയയിലാണ് മൗസിൻറാം, ചിറാപുഞ്ചി ഒക്കെ ഉള്ളത് അല്ലെ. അവിടെ എന്താണ്? മേഘാലയ പീഠഭൂമിയിൽ ഉയർന്ന തോതിൽ മഴ ലഭിക്കുന്നു. ഇനി നദീ വ്യവസ്ഥാണ് കേട്ടോ. സിന്ധു, ഗംഗ, ബ്രഹ്മപുത്ര എന്നീ നദികളും അവയുടെ പോഷക നദികളും ചേർന്നതാണ് ഹിമാലയം നീരൊഴുക്ക് വ്യൂഹം സൃഷ്ടിക്കുന്നത്. മഴയിൽ നിന്നും മഞ്ഞുരുകിയും ജലം ലഭിക്കുന്നതിനാൽ ഇവ വർഷം മുഴുവൻ നീരൊഴുക്കുള്ള നദികളാണ്.
ഓക്കെ. പർവ്വത പ്രദേശത്ത് അതിശക്തമായ നീരൊഴുക്കാണ് ഈ നദികൾക്കുള്ളത്. സമതല പ്രദേശത്തിൽ വെള്ളപ്പൊക്കവും ഗതിമാറിയൊഴുകലും സാധാരണമാണ്. ഈ നദികൾ പർവ്വത ഭാഗങ്ങളിൽ രൂപ താഴ്വരകൾ, ഗിരികന്ധരങ്ങൾ, വെള്ളച്ചാട്ടങ്ങൾ തുടങ്ങിയ ഭൂരൂപങ്ങൾ സൃഷ്ടിക്കുന്നുണ്ട് കേട്ടോ. എന്താണ് ഹിമാലയൻ നദികൾ രൂപ താഴ്വരകളും ഗിരികന്ധരങ്ങളും വെള്ളച്ചാട്ടങ്ങൾ തുടങ്ങിയ ഭൂരൂപങ്ങൾ സൃഷ്ടിക്കുന്നുണ്ട്. എന്താണ് വെള്ളച്ചാട്ടം? നദിയുടെ ഒഴുക്കിനിടയിൽ ഉയരത്തിൽ നിന്നും നദീജലം കുത്തനെ താഴേക്ക് പതിക്കുന്നതാണ് വെള്ളച്ചാട്ടം. നദിയുടെ സഞ്ചാരപാതയിൽ ഉറപ്പു കുറഞ്ഞ ശിലകളും കൂടുതലായി അപരദന വിധേയമാകുന്നതാണ് വെള്ളച്ചാട്ടങ്ങൾ രൂപപ്പെടാൻ കാരണം കേട്ടോ. എന്താണ് നദിയുടെ സഞ്ചാരപാതയിൽ ഉറപ്പു കുറഞ്ഞ ശിലകൾ കൂടുതലായി അപരദന വിധേയമാകുന്നതാണ് വെള്ളച്ചാട്ടങ്ങൾ രൂപപ്പെടാൻ കാരണം. വീരൂപ താഴ്വര എന്താ? നദി ഒഴുകുമ്പോൾ വശങ്ങളിലെ അപരദനം മൂലം വീതി വർദ്ധിക്കുകയും നദീതടത്തിലെ അടിത്തട്ടിലെ അപരദനം മൂലം ആയം വർദ്ധിക്കുകയും ചെയ്യുന്നു. ഈ പ്രവർത്തനങ്ങളാൽ ചരിഞ്ഞ വശങ്ങളോട് കൂടിയ നദീ താഴ്വരകൾ രൂപപ്പെടുന്നു. ഇവ ഇംഗ്ലീഷ് അക്ഷരമാലയിൽ വി അക്ഷരത്തിനോട് സാദൃശ്യമുള്ളതിനാൽ വീരൂപ താഴ്വര എന്ന് അറിയപ്പെടുന്നു. ഇനി ഹിമാലയൻ നദികളെ കുറിച്ചാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതാണ് ഹിമാലയൻ നദികൾ. ഓക്കെ, ഏതൊക്കെയാണ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു? ഹിമാലയൻ നദികൾ ഏതൊക്കെയാണ്? മാനസ സരോവർ തടാകത്തിനടുത്ത് ഗോബർ ചു ഹിമാനിയിൽ നിന്നും ഉത്ഭവിക്കുന്ന സിന്ധു നദിയും അതുപോലെ അതിന്റെ പോഷക നദികളുമാണ് വടക്കു പടിഞ്ഞാറൻ ഹിമാലയത്തിലെ പ്രധാന നീരൊഴുക്ക് വ്യൂഹം. അപ്പൊ വടക്കു പടിഞ്ഞാറൻ ഹിമാലയത്തിലെ കാര്യം പറയുന്നത് സിന്ധു നദിയും അതിന്റെ പോഷക നദികളുമാണ് കേട്ടോ. എവിടുന്നാണ് സിന്ധു നദി ഉത്ഭവിക്കുന്നത്? മാനസ സരോവർ തടാകത്തിനടുത്ത് ബൊക്കാർച്ചു ഹിമാനിയിൽ നിന്നാണ് സിന്ധു നദി ഉത്ഭവിക്കുന്നത്. അതുപോലെ ഗംഗോത്രി ഹിമാനിയിലെ ഗോമുഖിൽ നിന്ന് ഉത്ഭവിക്കുന്ന ഗംഗാ നദിയും അതിന്റെ പോഷക നദികളായ യമുന, ഗാഗ്ര, ഗണ്ഡക്, കോസി തുടങ്ങിയവയുമാണ് ഉത്തരാഖണ്ഡ്, നേപ്പാൾ ഹിമാലയത്തിലെ പ്രധാന നദികൾ. ഓക്കെ, ഇനി മാനസ സരോവർ തടാകത്തിനടുത്ത് ചെമ്യുങ്തോങ് ഹിമാനിയിൽ നിന്ന് ഉത്ഭവിക്കുന്ന ബ്രഹ്മപുത്രയും അതിന്റെ പോഷകങ്ങളായ ദിബാങ്ക്, ലോഹിത്, മാനസ് തുടങ്ങിയവയുമാണ് കിഴക്കൻ ഹിമാലയത്തിലെ നദീവ്യൂഹം. ഓക്കെ, അപ്പൊ എന്തൊക്കെ നമ്മൾ പറഞ്ഞു? വടക്കു പടിഞ്ഞാറൻ ഹിമാലയത്തിലെ ഏതൊക്കെ നദികളാണ്? സിന്ധുവും അതിന്റെ പോഷക നദികളാണ് പ്രധാന നീരൊഴുക്ക് വ്യൂഹം എന്ന് പറഞ്ഞു. പ്രധാനമായിട്ടും അവിടുത്തെ ജലസ്രോതസ്. അതുപോലെ നമ്മൾ പറഞ്ഞു ഉത്തരാഖണ്ഡ്, നേപ്പാൾ ഹിമാലയത്തിലെ പ്രധാന നദികൾ ഏതാണ്? ഗംഗയും അതിന്റെ പോഷക നദികളായ യമുന, ഗാഗ്ര, ഗണ്ഡക്, കോസി. ഓക്കെ, എന്നാൽ നമ്മൾ കിഴക്കൻ ഹിമാലയത്തിലേക്ക് വരുമ്പോൾ അവിടുത്തെ പ്രധാന നദീവ്യൂഹങ്ങൾ ഏതാ? ബ്രഹ്മപുത്രയും അതിന്റെ പോഷക നദികളായ ദിബാങ്, ലോഹിത്, മാനസ്. ഓക്കെ, അപ്പൊ ഈ നദികളൊക്കെ ഇവിടെ നമുക്ക് കാണാൻ പറ്റും കേട്ടോ. സിന്ധു നദിയാണ് ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്നത്. വടക്കു പടിഞ്ഞാറൻ ഹിമാലയത്തിലാണല്ലേ സിന്ധു നദിയും അതിന്റെ പോഷക നദികളും. മധ്യ ഹിമാലയത്തിലേക്ക് വരുമ്പോൾ നമുക്കറിയാം ഏതാണ്? മധ്യ ഹിമാലയത്തിലേക്ക് വരുമ്പോൾ ഗംഗാ നദിയും അതിന്റെ പോഷക നദികളാണല്ലേ. ഗംഗാ നദിയും യമുന നദി. ഈ ഗംഗയുടെ പോഷക നദികൾ നമ്മൾ ഏതൊക്കെയായിരുന്നു പറഞ്ഞത്? യമുന, ഗാഗ്ര, ഗണ്ഡക്, കോസി എന്നൊക്കെ പറഞ്ഞല്ലേ. ഇതൊക്കെ മധ്യ ഹിമാലയത്തിലാണ്. കിഴക്കൻ ഹിമാലയത്തിലേക്ക് വരുമ്പോഴാണ് ബ്രഹ്മപുത്രയും അതിന്റെ പോഷക നദികളും കേട്ടോ. ഓക്കെ, ഇതൊക്കെയാണ് പോഷക നദികൾ നമ്മൾ പറഞ്ഞത്. ദിബാങ്, ലോഹിത്, മാനസ് ഒക്കെ. ഇനി അവിടുത്തെ മണ്ണാണ് കേട്ടോ. ഹിമാലയ പർവ്വത പ്രദേശത്ത് പൊതുവായ പർവ്വത മണ്ണും വനമണ്ണും ആണ് കാണപ്പെടുന്നത്. ഏതൊക്കെ മണ്ണാണ്? പർവ്വത മണ്ണും വനമണ്ണും. പർവ്വത പരിസ്ഥിതി അനുസരിച്ച് മണ്ണിന്റെ ഘടനയിലും തരി വലിപ്പത്തിലും വ്യത്യാസമുണ്ടാകും. താഴ്വരങ്ങളിൽ നേർത്ത തരികളോട് കൂടിയതും ജൈവാംശം കൂടുതലുള്ളതുമായ മണ്ണാണ് കാണപ്പെടുന്നത്. ഉയർന്ന ചരിവുകളിൽ വലിയ തരികളോട് കൂടിയ ജൈവാംശം കുറഞ്ഞ മണ്ണായിരിക്കും കാണാൻ കഴിയുക. അപ്പൊ താഴ്വാരങ്ങളിൽ എങ്ങനെയാണ്? ജൈവാംശം കൂടുതലുള്ള മണ്ണാണ്. അതുപോലെ തന്നെ ഉയർന്ന ചരിവുകളിൽ ജൈവാംശം കുറഞ്ഞ മണ്ണുമായിരിക്കും കാണാൻ സാധിക്കുക. ഇനി താഴ്വരകളിൽ എക്കൽ മണ്ണിന്റെ നിക്ഷേപമാണ് പ്രധാനമായിട്ടും കാണപ്പെടുന്നത്. കാശ്മീർ താഴ്വരയിലെ ഹിമാനികൾ നിക്ഷേപിക്കുന്ന അവസാദങ്ങളാണ് കരേവാസ്. ചോദിക്കാറുണ്ട് കേട്ടോ. കാശ്മീർ താഴ്വരയിൽ ഹിമാനികൾ നിക്ഷേപിക്കുന്ന അവസാദങ്ങൾ ഏതാണ്? കരേവാസ് ആണ് കേട്ടോ. നേർത്ത മണലും ജൈവാംശങ്ങളും നിറഞ്ഞ മണ്ണാണിത്. ഇവ കുങ്കുമപ്പൂ കൃഷിക്ക് അനുയോജ്യമാണ്. അപ്പൊ കുങ്കുമപ്പൂ കൃഷിക്ക് അനുയോജ്യമായ മണ്ണിനും ഏതാണ്? കരേവാസ് ആണ് കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് സസ്യജാലങ്ങളാണ് ഇവിടുത്തെ. ഉയരം, ഭൂപ്രകൃതി, മണ്ണിനം, കാലാവസ്ഥ തുടങ്ങിയ ഘടകങ്ങളിലെ വ്യത്യാസം ഹിമാലയൻ നിരകളിലെ സസ്യജാലങ്ങളിൽ പ്രാദേശിക വ്യത്യാസങ്ങൾ സൃഷ്ടിക്കുന്നുണ്ട്. കിഴക്കൻ ഹിമാലയത്തിനും വടക്കു കിഴക്കൻ കുന്നുകളിലും ശരാശരി വാർഷികമായി 200 സെന്റിമീറ്ററിന് മുകളിലായി ലഭിക്കുന്നതിനാൽ ഉഷ്ണമേഖലാ നിത്യഹരിത വനങ്ങൾ കൂടുതലായിട്ട് കാണപ്പെടുന്നു. അപ്പൊ കിഴക്കൻ ഹിമാലയത്തിലേക്ക് വരുമ്പോൾ ഇവിടെ കൂടുതലായിട്ട് കാണുന്നത് ഉഷ്ണമേഖലാ നിത്യഹരിത വനങ്ങളാണ് കേട്ടോ.
ഉയരം കൂടുന്നതിനനുസരിച്ച് ഊഷ്മാവ് കുറയുന്നതിനാൽ ഹിമാലയ പർവ്വത പ്രദേശങ്ങളിലെ നൈസർഗിക സസ്യജാലങ്ങളിലും അനുസൃതമായ മാറ്റം ദൃശ്യമാണ്. ഉയരത്തിനനുസരിച്ച് നിത്യഹരിത വനങ്ങൾ മുതൽ ശൈത്യമേഖല സസ്യജാലങ്ങളായ തുന്ദ്ര വരെയുള്ള സസ്യജാലങ്ങളുടെ തുടർച്ച ഇവിടെ കാണാം. ഇനി തായ്വരകളിലും ഉയരം കുറഞ്ഞ പർവ്വത ചെരുവുകളിലും അർദ്ധനിത്യ ഹരിതവനങ്ങളും ഇലപൊയ്യും വനങ്ങളും കാണപ്പെടുന്നു. 1000 മുതൽ 2000 മീറ്റർ വരെ ഉയരത്തിൽ ആർദ്ര മിതോഷ്ണ വനങ്ങൾ കാണാം. പൈൻ, ദേവദാരു തുടങ്ങിയ സ്തൂപികാഗ്ര വൃക്ഷങ്ങൾ പർവ്വത ചെരുവുകളിൽ കൂടുതലായിട്ട് വളരുന്നു. പ്രദേശത്തിന്റെ ഉയരം കൂടുന്നതിനനുസരിച്ച് ഉയരം കുറഞ്ഞ സസ്യങ്ങളായ ജൂനിപ്പർ, അതുപോലെ റോഡോ ഡെൻഡ്രോൺ എന്നിവയും ഏറ്റവും ഉയർന്ന പ്രദേശങ്ങളിൽ ആൽപൈൻ പുൽമേടുകളാണ് കാണാൻ പറ്റുന്നത്. ഓക്കെ, അപ്പൊ ഇവിടുത്തെ സസ്യജാലങ്ങളെ പറ്റിയാണ് പറയുന്നത് കേട്ടോ. അപ്പൊ എന്തൊക്കെ കാര്യങ്ങളാ പറഞ്ഞത്? തായ്വരകളിലും ഉയരം കുറഞ്ഞ പർവ്വത ചെരുവുകളിലൊക്കെ അർദ്ധനിത്യ ഹരിതവനങ്ങളും ഇലപൊയ്യും വനങ്ങളും കാണാൻ പറ്റും. അതുപോലെ 1000 മുതൽ 2000 മീറ്റർ വരെ ഉയരത്തിലുള്ള ആർദ്ര മിതോഷ്ണ വനങ്ങളാണ് കാണാൻ കഴിയുക. പൈന്, ദേവദാരു തുടങ്ങിയ സ്തൂപികാഗ്ര വൃക്ഷങ്ങൾ എവിടാണ്? പർവ്വത ചെരുവുകളിൽ കൂടുതലായിട്ട് വളരുന്നുണ്ട്. ഇവിടെ കാണിച്ചിട്ടുണ്ട് ഹിമാലയത്തിലെ സ്തൂപികാഗ്ര വനം. പ്രദേശത്തിന്റെ ഉയരം കൂടുന്നതിനനുസരിച്ച് ഉയരം കുറഞ്ഞ സസ്യങ്ങളായ ജൂനിപ്പർ, അതുപോലെ റോഡോ ഡെൻഡ്രോൺ എന്നിവയിൽ ഏറ്റവും ഉയർന്ന പ്രദേശങ്ങളിൽ ആൽപൈൻ പുൽമേടുകളും കാണാം. ഓക്കെ, അപ്പൊ പർവ്വതത്തിന്റെ ഉയരം കൂടുന്നതിനനുസരിച്ച് സസ്യങ്ങളുടെ അവിടെയുള്ള സസ്യങ്ങൾ ഉയരം കുറഞ്ഞ സസ്യങ്ങളാണ് അവിടെ കാണാൻ പറ്റുക. ഓക്കെ, അപ്പോൾ ഏറ്റവും ഉയർന്ന പ്രദേശങ്ങളിൽ ആൽപൈൻ പുൽമേടുകളാണ് കാണാൻ പറ്റുന്നത്. ഇനി വന്യജീവി സമ്പത്താണ് കേട്ടോ. സ്വാഭാവിക വനഭൂമി ധാരാളമുള്ള ഹിമാലയ പർവ്വത പ്രദേശം വന്യജീവി സമ്പന്നവുമാണ്. യാക്ക്, കസ്തൂരിമാൻ, ഒറ്റക്കൊമ്പൻ കാണ്ടാമൃഗം, ഹിമപ്പുലി തുടങ്ങി നിരവധി ജീവിവർഗങ്ങൾ തനത് ആവാസ കേന്ദ്രമാണിവിടം. ജൈവമണ്ഡല റിസർവുകൾ, ദേശീയോദ്യാനങ്ങൾ, വന്യജീവി സങ്കേതങ്ങൾ തുടങ്ങിയവയെല്ലാം വന്യജീവി സമ്പത്തിന്റെ സംരക്ഷണമാണ് ലക്ഷ്യം വെക്കുന്നത്. ഇനി ഇവിടെ പ്രധാന ദേശീയോദ്യാനങ്ങളാണ് കേട്ടോ. പടിഞ്ഞാറൻ ഹിമാലയത്തിലെയും കിഴക്കൻ ഹിമാലയത്തിലെയും പ്രധാന ദേശീയോദ്യാനങ്ങളാണ്. പടിഞ്ഞാറൻ ഹിമാലയത്തിൽ ഡച്ചിങ്ങാം ജമ്മു കാശ്മീരിലാണ്. ഹെമിസ് ദേശീയോദ്യാനം ലഡാക്കിലാണ് കേട്ടോ. ഹെമിസ് ദേശീയോദ്യാനം പൂക്കളുടെ തായ്വര ഉത്തരാഖണ്ഡിലാണ്. കോർബറ്റ് ദേശീയോദ്യാനം ഉത്തരാഖണ്ഡ്, രാജാജി ദേശീയോദ്യാനം ഉത്തരാഖണ്ഡ്. ഓക്കെ, അപ്പൊ പൂക്കളുടെ തായ്വര, കോർബറ്റ് ദേശീയോദ്യാനം, രാജാജി ദേശീയോദ്യാനം ഇവയൊക്കെ എവിടാണ്? ഉത്തരാഖണ്ഡിലാണ് കേട്ടോ. പടിഞ്ഞാറൻ ഹിമാലയത്തിന്റെ ഭാഗമാണ്. അതുപോലെ ഡച്ചിങ്ങാം ജമ്മു കാശ്മീരിലാണ്. ഹെമിസ് ദേശീയോദ്യാനം ലഡാക്കിലാണ്. അതുപോലെ കിഴക്കൻ ഹിമാലയത്തിലോ കാഞ്ചൻജംഗ പ്രധാനപ്പെട്ട ഒരു ദേശീയോദ്യാനം സിക്കിമിലാണ്. ദിബ്രു സൈക്കോവ കേട്ടോ, അസമിലെ ദേശീയോദ്യാനമാണ് ദിബ്രു സൈക്കോവ. കാസിരംഗ ദേശീയോദ്യാനം അസമിലാണ്. അതുപോലെ മാനസ് ദേശീയോദ്യാനം അസമിലാണ്. അതുപോലെ കെയ്ബോൾ ലഞ്ചാവോ നമ്മളിപ്പോ പറഞ്ഞു മണിപ്പൂരിലാണ്. ഇതൊക്കെ കിഴക്കൻ ഹിമാലയത്തിന്റെ ഭാഗമാണ്. ഇനി കൃഷിയാണ് കേട്ടോ. ഭൂപരമായ പരിമിതികൾ കാരണം പർവ്വത പ്രദേശങ്ങളിൽ കൃഷി താരതമ്യേന കുറവാണ്. ഉയരം, ചെങ്കുത്തായ ചരിവ്, പാകമാകാത്ത മണ്ണ്, കുറഞ്ഞ താപനില തുടങ്ങിയവയാണ് പ്രതികൂല ഘടകങ്ങൾ. എന്നിരുന്നാലും ഈ പ്രദേശത്തെ ജനങ്ങൾ വിവിധ ഉപജീവന കൃഷികളിൽ ഏർപ്പെടുന്നു. പർവ്വത ചെരുവുകളിൽ തട്ടുകളായി തിരിച്ച് ഓരോ പ്രദേശത്തിനും അനുയോജ്യമായ വിളകൾ കൃഷി ചെയ്യുന്നു. നെല്ല്, പയറുവർഗ്ഗങ്ങൾ, ഉരുളക്കിഴങ്ങ് എന്നിവ മഴക്കാലത്തും ഗോതമ്പ്, മിതോഷ്ണ പയർവർഗ്ഗങ്ങൾ എന്നിവ വസന്തകാലത്തും കൃഷി ചെയ്യുന്നു. അപ്പൊ കിഴക്കൻ ഹിമാലയത്തിന്റെ പർവ്വത ചെരിവുകളിലും തായ്വരങ്ങളിലും പ്രത്യേകിച്ച് അസം, ഡാർജിലിംഗ് മേഖലകളിൽ തേയില കൃഷിയാണ് കൂടുതലായി ഉള്ളത്. ഓക്കെ, അപ്പൊ ഡാർജിലിംഗ് തേയില നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ. അപ്പൊ കിഴക്കൻ ഹിമാലയത്തിന്റെ പർവ്വത ചെരുവുകളിൽ കൂടുതലായിട്ടും എന്ത് കൃഷിയാണുള്ളത്? തേയില കൃഷിയാണുള്ളത്. ഇനി വടക്കുകിഴക്കൻ ഇന്ത്യയിലെ കുന്നുകളിൽ തദ്ദേശീയ ഗോത്രജനത സ്ഥാനമാറ്റ കൃഷി പോലുള്ള പരമ്പരാഗത കൃഷി രീതികൾ പിന്തുടരുന്നവരാണ്. അപ്പൊ വടക്കുകിഴക്കൻ ഇന്ത്യയിലെ കുന്നുകളിലാണ് എന്തുള്ളത്? ഈ ഒരു മാറ്റ കൃഷി കാണാൻ പറ്റുന്നത് കേട്ടോ. മാറ്റ കൃഷി അല്ലെ ഷിഫ്റ്റിംഗ് കൾട്ടിവേഷൻ കാണാൻ പറ്റുന്നത്. തട്ടുതട്ടായിട്ടുള്ള കൃഷി രീതി നമ്മൾ പറഞ്ഞത് എവിടെയായിരുന്നു? പർവ്വത ചെരുവുകളിൽ തട്ടുകളായിട്ട് തിരിച്ച് ഓരോ പ്രദേശത്തും അനുയോജ്യമായ വിളകൾ കൃഷി ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇനി മൃഗപരിപാലനം കേട്ടോ. ഹിമാലയ പർവ്വത പ്രദേശങ്ങളിലെ ജനങ്ങളുടെ ഒരു പ്രധാന ജീവിത മാർഗമാണ് മൃഗപരിപാലനം. പ്രദേശത്തിന്റെ ഉയരക്രമം അനുസരിച്ച് കാലാവസ്ഥയിൽ മാറ്റം വരുന്നതിനാൽ വളർത്തുമൃഗങ്ങളുടെ ഇനത്തിലും മാറ്റം വരുന്നു. തായ്വാരങ്ങളിൽ ആട്, പശു തുടങ്ങിയ മൃഗങ്ങളും ഉയരം കൂടിയ പർവ്വത ഭാഗങ്ങളിൽ ചെമ്മരിയാട്, കുതിര തുടങ്ങിയവയും ശൈത്യമേഖലയായ ഹിമാചൽ, ലഡാക്ക് പ്രദേശങ്ങളിൽ തണുപ്പിനെ അതിജീവിക്കാൻ ശേഷിയുള്ള യാക്ക് പോലുള്ള മൃഗങ്ങളെയാണ് വളർത്തുന്നത്. ഓക്കെ, അപ്പൊ ഇവിടെ എന്താ പറഞ്ഞിട്ടുള്ളത്? എവിടെയാണ്? തായ്വാരങ്ങളിൽ ആട്, പശു തുടങ്ങിയ മൃഗങ്ങള്, ഉയരം കൂടിയ പർവ്വത ഭാഗങ്ങളിൽ ചെമ്മരിയാട്, കുതിര തുടങ്ങിയവയും ശൈത്യമേഖലയായ ഹിമാചൽ, ലഡാക്ക് ഭാഗങ്ങളിൽ തണുപ്പിനെ അതിജീവിക്കാൻ ശേഷിയുള്ള യാക്ക് പോലുള്ള മൃഗങ്ങളെയാണ് വളർത്തുന്നത്. ഓക്കെ,
പടിഞ്ഞാറൻ ഹിമാലയത്തിന്റെ പർവ്വത പുൽമേടുകളിൽ മൃഗപരിപാലനം നടത്തുന്ന ഇടയ ജനവിഭാഗമാണ് ഗുജ്ജർ ട്ടോ. ഗുജ്ജർ എന്താണ് പടിഞ്ഞാറൻ ഹിമാലയത്തിലെ പർവ്വത പുൽമേടുകളിൽ മൃഗപരിപാലനം നടത്തുന്ന ഇടയ ജനവിഭാഗത്തെ ഗുജ്ജർ എന്നാണ് വിളിക്കുന്നത്. ഇനി ടൂറിസം ആണ് ട്ടോ. ഭൂപ്രകൃതി സവിശേഷതകൾ അനുകൂലമായതിനാൽ ഹിമാലയ പ്രദേശങ്ങൾ വിനോദസഞ്ചാരത്തിന് ഏറെ സാധ്യതയുള്ള ഒരു വരുമാനദായക മേഖലയായിട്ട് മാറിയിട്ടുണ്ട്. ഓക്കെ, അപ്പൊ തീർത്ഥാടനവുമായി ബന്ധപ്പെട്ട യാത്രകളാണ് ഈ മേഖലകളിലെ ടൂറിസം വികസനത്തിന് തുടക്കമിട്ടത്. കൈലാസം, മാനസ സരോവരം, അമർനാഥ്, ഹേമകുണ്ട് സാഹിബ് തുടങ്ങിയ നിരവധി തീർത്ഥാടന കേന്ദ്രങ്ങൾ ഹിമാലയ പർവ്വത ഭാഗങ്ങളിലുണ്ട്. നൂറ്റാണ്ടുകൾക്ക് മുമ്പ് തന്നെ ഇവിടങ്ങളിലേക്ക് സഞ്ചാരികൾ എത്തിയിരുന്നു. 19-ാം നൂറ്റാണ്ടിൽ ബ്രിട്ടീഷുകാർ ഹിമാലയ പർവ്വത പ്രദേശങ്ങളിലെ അനുകൂല കാലാവസ്ഥ തിരിച്ചറിഞ്ഞ് ഇവിടങ്ങളിൽ സുഖവാസ കേന്ദ്രങ്ങൾ വികസിപ്പിച്ചതോടെയാണ് ടൂറിസം വികസനത്തിന് രണ്ടാം ഘട്ടം ആരംഭിക്കുന്നത്. ഷിംല, ഡാർജിലിംഗ്, ഷില്ലോങ്, അൽമോറ, റാണിക്കേറ്റ്, മുസോറി, നൈനിതാൽ തുടങ്ങിയ റിസോർട്ട് പട്ടണങ്ങൾ ഇന്നും പ്രധാന ടൂറിസ്റ്റ് കേന്ദ്രങ്ങളാണ്. 1953 മെയ് 23-ന് ഷെർപ്പ ഡൻസിംഗ് നോർഗയും എഡ്മണ്ട് ഹിലാരിയും എവറസ്റ്റ് കൊടുമുടി കീഴടക്കിയതിനു ശേഷമാണ് ടൂറിസം വികസനത്തിന്റെ മൂന്നാം ഘട്ടമായ ആധുനിക ടൂറിസം സാധ്യതകൾ ഹിമാലയ പ്രദേശത്ത് വികസിച്ചു കേട്ടോ. എന്നാണ് 1953 മെയ് 29-നാണ് ഷെർപ്പ ടെൻസിംഗും നോർഗയും എഡ്മണ്ട് ഹിലാരിയും എവറസ്റ്റ് കൊടുമുടി കീഴടക്കിയത് കേട്ടോ. ഓക്കെ, അപ്പൊ ഇതെന്താണ് ഒരു ടൂറിസം വികസനത്തിലെ മൂന്നാം ഘട്ടമായിട്ടാണ് കണക്കാക്കുന്നത്. ഇന്ന് പർവ്വതാരോഹണം, പാരാഗ്ലൈഡിംഗ്, സ്കീയിങ് തുടങ്ങിയ സാഹസിക വിനോദ സഞ്ചാര മേഖലയും ഏറെ വികസിച്ചിട്ടുണ്ട്. അപ്പൊ ഇത്രയാണ് നമ്മുടെ ഈ ഒരു ചാപ്റ്ററിൽ നമുക്ക് പഠിക്കാനുള്ളത് കേട്ടോ. അപ്പൊ എന്തൊക്കെ കാര്യങ്ങളാണ് പറഞ്ഞത്? ഉത്തരപർവ്വത മേഖലയെ കുറിച്ചാണ് നമ്മൾ പഠിച്ചത് അല്ലെ. അപ്പൊ നമുക്ക് ഒന്നുകൂടി നോക്കാം എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ പഠിച്ചത്. ഉത്തരപർവ്വത മേഖലയിലെ ടൂറിസം, മൃഗപരിപാലനം, കൃഷി, അതുപോലെ വന്യജീവി സമ്പത്ത്, അതുപോലെ സസ്യജാലങ്ങള്, മണ്ണ്, കാലാവസ്ഥ, ഈ കാര്യങ്ങളൊക്കെ നമ്മൾ പഠിച്ചു. പിന്നെ ഹിമാലയൻ നദികൾ ഏതൊക്കെയാണ് നമ്മൾ പഠിച്ചു അല്ലെ. ഹിമാലയൻ നദികൾ ഏതൊക്കെയാണെന്ന് പഠിച്ചു. പിന്നെ നദീവ്യവസ്ഥയിൽ ഹിമാലയൻ നദികൾ പഠിച്ചു. അതുപോലെ കാലാവസ്ഥ പഠിച്ചു അല്ലെ. ഹിമാലയത്തെ മൂന്നായിട്ട് തിരിച്ചിട്ടുണ്ടായിരുന്നു അല്ലെ. കിഴക്കൻ ഹിമാലയം, അതുപോലെ ഉത്തരാഖണ്ഡ് ഹിമാലയം, അതുപോലെ പടിഞ്ഞാറൻ ഹിമാലയം. പടിഞ്ഞാറൻ ഹിമാലയത്തെ വീണ്ടും മൂന്നായിട്ട് തിരിച്ചിട്ടുണ്ടായിരുന്നു. ഏതൊക്കെയായിരുന്നു? ജമ്മു കാശ്മീർ ഹിമാലയം, അതുപോലെ ഹിമാചൽ ഹിമാലയം, ഉത്തരാഖണ്ഡ് ഹിമാലയം. ഇതൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലായിരുന്നു പഠിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പൊ ഇത്രയാണ് ഈ ഒരു ചാപ്റ്റർ കേട്ടോ. അതുപോലെ ഹിമാലയ രൂപീകരണത്തെ പറ്റി പറയുന്നുണ്ട്. അപ്പൊ ഒരുപാട് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ്സ് വരുന്ന ഒരു ചാപ്റ്റർ ആണ് ഇത്. നിങ്ങൾ വിട്ടുകളയരുത്. അപ്പൊ ഇനി വരുന്ന എക്സാമുകൾക്ക് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇത് യൂസ്ഫുൾ ആവും. അപ്പൊ ഈ ഒരു ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ ക്ലാസ്സിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങളും കമന്റ് ചെയ്യട്ടോ. ഓക്കെ ഫ്രണ്ട്സ്, താങ്ക് യു.